ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ മഞ്ജൂസ് കിച്ചൺ അടുത്ത എപ്പിസോഡിലെത്തിയേക്കാണ്. ഇന്ന് അല്പം തള്ളോട് കൂടിയിട്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ പുട്ട്. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, ഒന്നും പറയാനില്ല. പുട്ടായതുകൊണ്ടാണ് ഇന്ന് ഞാൻ നല്ല തള്ള. അപ്പോൾ ഇനി ഇത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ട് പിച്ചി എടുക്കണം. പച്ചമുളക് എന്നും ഒരു തലവേദനയാണ്. അല്ലെങ്കിൽ എടി കൊള്ളാടി എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. ആരും അത് മൈൻഡൊന്നും ചെയ്യാറില്ല. ഇനി ഇളക്കലോടിളക്കൽ. മണമനണ്ട വന്നണ്ടെന്നല്ല, വരുന്നുണ്ടോ, മണം വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഭയങ്കര ടെക്നിക്കാണ് ഇതിന് വേണ്ടത്. അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന കാര്യമൊന്നുമല്ല. ഒന്ന് കുലുക്കി കൊടുക്കാനേ പാടുള്ളൂ. പൊടിയിടാം. ആദ്യം ചില്ലുണ്ടോ നോക്കിയതാണ്, ഇട്ടിട്ട് പോവലല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ പുട്ട് ആവിയൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്, മണമൊക്കെ വരുന്നുണ്ട്. കണ്ടാ മോനെ നമ്മുടെ മൊഞ്ചത്തി പുട്ട് കണ്ടാ, സൂപ്പറല്ലേ? ലോകത്ത് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഉണ്ട്. കഴിക്കാ. ഇങ്ങനത്തെ പുട്ട് കഴിച്ചിട്ടുണ്ടോ? ആ കറിയും പുട്ടും അങ്ങനെ അടിപൊളി. സൂപ്പർ. ഓ, എനിക്ക് സഹിക്കുന്നില്ല, എനിക്ക് കരച്ചിൽ വരുന്നു ഒന്നുകൂടെ എന്ന്. ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ. ഇന്ന് അല്പം തള്ളോട് കൂടിയിട്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ എപ്പോഴും പറയാറുണ്ട്, എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇന്ന് പുട്ടാണോ കഴിച്ചത്, നല്ല തള്ളാണല്ലോ എന്ന്. അപ്പോൾ അതുപോലെ ഇന്നൊരു പ്രത്യേക തരം പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുട്ട് പലതരത്തിൽ നമ്മളുണ്ടാക്കും. മിക്സ് ചെയ്തുണ്ടാക്കും, ചെമ്മിപ്പുട്ടുണ്ടാക്കും, ചിക്കൻ പുട്ടുണ്ടാക്കും, ബീഫ് പുട്ടുണ്ടാക്കും. അങ്ങനെ പുട്ട് എന്ത് തരം വേണമെങ്കിലും ഉണ്ടാക്കും. അപ്പം ഞാൻ ഇന്നിവിടെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ചിക്കൻ പുട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ പുട്ടുണ്ടാക്കാൻ. അതിന് മുൻപ് പുട്ടിൻ്റെ പൊടി ഞാനിവിടെ നനച്ച് വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇതും കൊണ്ടൊരു ചെറിയ കാര്യം ആദ്യമേ ചെയ്യാനുണ്ട്. അതിന് മുൻപ് നമുക്ക് ഈ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ചിക്കൻ ഒന്ന് ഉപ്പും കുരുമുളകും ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അത് ചെയ്യാം. തീ കത്തിക്കട്ടെ. അപ്പം ഞാൻ ചിക്കൻ ഇതിലേക്ക് ഇടുവാണ് കേട്ടോ. ഇത് മീറ്റ് മാത്രമേ ഉള്ളൂ, ബോൺലെസ് ആണ്. ഒരു 300-350 ഗ്രാം ഉണ്ടാവും. നമുക്കിതിലേക്ക് കുരുമുളക് പൊടി, ലേശം മഞ്ഞപ്പൊടി, പിന്നെന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഉപ്പ്. എനിക്കിങ്ങനെ ഇടയ്ക്ക് മറവിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. ഇതിനി അടഞ്ഞിരുന്ന് ഒന്ന് വേകട്ടെ. വേഗം വേകും. അത് ബോൺലെസ് ആയിട്ടുള്ള കുഞ്ഞായിട്ട് നുറുക്കിയ പീസുകളാണ്. അപ്പോൾ അതുകൊണ്ടിട്ടത് വേഗം വേകും. നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ തള്ളലിൻ്റെ പ്രാരംഭഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. പുട്ട് നനച്ച പൊടി ഇതിലേക്ക് ഇടുവാണ് കേട്ടോ. തേങ്ങ നമ്മൾ ഈ പുട്ടുപൊടിയിൽ അങ്ങ് മിക്സ് ചെയ്യും. ഭയങ്കര ടേസ്റ്റായിരിക്കും, ഒന്നും പറയാനില്ല. പുട്ടേ ഭയങ്കര രസമല്ലേ. എനിക്ക് വെറുതെ പുട്ടിങ്ങനെ ആവി കയറിയിട്ട് ചൂടോടുകൂടി അതിൽ നിന്ന് ഇങ്ങനെ കറിയൊന്നുമില്ലാതെ വെറുതെ തിന്നണത് ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ തോന്നുന്നു കേട്ടോ, ഭയങ്കര രസമാണ്. പിന്നെ പുട്ടും മിച്ചറും. പിന്നെ പുട്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കിയതിന് അതെല്ലാവരും ചെയ്യും. രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വരില്ലേ, അപ്പോൾ താളിച്ചിട്ട് തിന്നില്ലേ. ഇതൊക്കെ എന്താണ്, നമ്മുടെ ചുവന്നുള്ളിയും ഉണക്കമുളകും ഒക്കെ ഇട്ട് താളിക്കും, എന്നിട്ട് തിന്നും. ഓ, കൊതിയാണ്. അപ്പോൾ പുട്ടിൻ്റെ പൊടി നല്ലോണം മിക്സ് ചെയ്ത്, തേങ്ങയൊക്കെ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഇതിനെ നമുക്ക് തിരിച്ച് ഈ ബൗളിലോട്ട് തന്നെ ഇട്ട് വെക്കാം.
അല്ലെങ്കിൽ കാരണം നമുക്ക് ഈ പാൻ ആവശ്യമുണ്ട്. അതിന് മുമ്പ് ഉപ്പുണ്ടോ എന്ന് ആദ്യം നോക്കട്ടെ. ഓ കൃത്യം. പുട്ടായതുകൊണ്ടാന്ന് തോന്നുന്നു ഞാൻ നല്ല തള്ള. പുട്ടിൻ്റെ അവസ്ഥ എന്തായിരുന്നു? പക്ഷേ ചിക്കൻ്റെ എല്ലാം തെറ്റിപ്പോവാണല്ലോ ഈശ്വരാ. അപ്പോൾ നമ്മുടെ ചിക്കൻ വേകാനാവണേ ഉള്ളൂ. ഇതാ കണ്ടോ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇച്ചിരി വെള്ളമൊക്കെ പറ്റി ഇത് നല്ല ഇതായിട്ട് വരണം, ഒന്നുകൂടെ ഒന്ന് വേകാനുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് സവാളയൊക്കെ വഴറ്റാം. അപ്പോൾ തുടങ്ങിയാലോ? തീ കത്തിക്കട്ടെ. പാൻ അങ്ങ് ചൂടാകുമ്പോൾ നമ്മൾ ചക്കിലാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണ, വെറുതെ പറഞ്ഞല്ല കേട്ടോ, ശരിക്കും ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഇപ്പം ഇതിനകത്തോട്ട് ഒഴിക്കും. ചൂടായിട്ടില്ല. ഒഴിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ചൂടായിട്ടില്ല. ഇനി ഞാനൊന്ന് ചൂടാകുമ്പോൾ അത് ചൂടാവട്ടെ, നമുക്ക് സമയം കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയും ചൂടായി, ചിക്കനും റെഡിയായി. അപ്പോൾ ഇനി ഇത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ട് പിച്ചി എടുക്കണം. അപ്പോൾ അത് വേണ്ടിയിട്ട് ഞാനിത് കൈമാറ്റം ചെയ്യുകയാണ്. ഇത് നമുക്ക് റെഡിയായിട്ട് വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഇത് സോട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കടുക് പൊട്ടിക്കും. ചടപടാന്ന് കടുക് പൊട്ടിക്കും. ശരിക്കും നമ്മൾ ഈ ചിക്കന് പകരം ബീഫ്, ചെമ്മീൻ, ആദ്യം പറഞ്ഞില്ലേ, ചെമ്മീൻ, അതുപോലെ മുട്ട, അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. എന്താണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. പച്ചമുളക്, പച്ചമുളക് എന്നും ഒരു തലവേദനയാണ്. ഇതിൻ്റെ അരിയാണ് ഈ പൊട്ടിത്തെറിക്കുന്നത്. പച്ചമുളക് ഇച്ചിരി നല്ലോണം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് സവോള മാത്രമല്ല, ഇതിനകത്ത് ഒരു സവോളയും ബാക്കി ചുവന്നുള്ളിയുമാണ്. ചുവന്നുള്ളിയാണ് കേട്ടോ അധികം ഇട്ടേക്കുന്നത്. പുട്ടിനൊക്കെ ചുവന്നുള്ളിയാണ് നല്ലത്. നമുക്കിതിനകത്തോട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് വാടണേ. അപ്പോൾ ഇതൊരുവിധം വാടിക്കഴിയുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി പേസ്റ്റ് ആക്കിയതാണ്. പേസ്റ്റ് അങ്ങനെ ഫൈൻ പേസ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഒരു സ്പൂൺ, രണ്ടും കൂടെ ഒരു സ്പൂൺ. അതും ഇട്ടിങ്ങനെ വഴന്ന് വരണം. സത്യത്തിൽ ഞാൻ എപ്പോഴും വന്നം എന്നാണ് പറയാറ്. അപ്പോൾ എല്ലാവരും എനിക്ക് കമൻറ്റ് ചെയ്യും, ഇതെന്തൊരു വൃത്തികേടാണ്, മന്നം തന്നം മന്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് തരണം എന്നൊക്കെ പറയാൻ വേണ്ടി. പക്ഷേ ഇടയ്ക്ക് പിഴയ്ക്കും, പഠിച്ചതല്ലേ പാടും. മൂക്കുമ്പോൾ നമുക്ക് പൊടിയിരുന്നു. മൂക്കുമ്പോൾ സവാളയും ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂക്കുമ്പോൾ എന്തൊക്കെ സ്ട്രെയിൻ എടുത്താലേ, എന്തോരം പാടുപെട്ടാൽ നമ്മളൊരു ചുമ്മാ പുട്ടുണ്ടാക്കി, ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചുമ്മാ പുട്ടും ഉണ്ടാക്കി ഒരു ചിക്കൻ കറി ഉണ്ടാക്കി അങ്ങ് കഴിച്ചാൽ മതി. പുട്ടും ചിക്കൻ കറി. പക്ഷെ നമ്മൾ ഇപ്പോൾ വീട്ടിലെ അമ്മമാരൊക്കെ ഇതേപോലെ മക്കൾ വരുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവ് വരുമ്പോൾ ഒക്കെ ഭയങ്കര എക്സൈറ്റഡായി എന്തെങ്കിലുമൊക്കെ ഒരു ഡിഷ് ഉണ്ടാക്കി കൊടുക്കുന്നത് തിന്ന് അപ്പോഴത്തെ ആ ഒരു ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് അവർ എന്തോരാണ് മെനക്കിടുന്നത്. ആരും അത് മൈൻഡൊന്നും ചെയ്യാറില്ല. നിങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോഴത്തേനും സൂപ്പറായെന്നൊക്കെ പറയണം കേട്ടോ. അതൊക്കെ ആയിരിക്കും അമ്മമാർക്കൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം. അവർക്കല്ലാതെ വേറെ എന്താ സന്തോഷം? രാവിലെ എഴുന്നേൽക്കുന്നു, മുറ്റടിക്കുന്നു, പാത്രം കഴുകുന്നു, ചോറ് വയ്ക്കുന്നു, വീണ്ടും ചോറ് വെച്ചത് അത് കഴുകുന്നു, വീണ്ടും ഉച്ചത്തേക്ക് ഇടുന്നു, അത് കഴുകി എടുത്തു കഴിയുമ്പോഴത്തേനും വൈകുന്നേരത്തേക്ക് ഇടുന്നു, പിന്നെ രാത്രിയിൽ ആ പാത്രങ്ങളിലെല്ലാം കഴുകി വാരി വെച്ച് വേറെ ഒന്നുമില്ല അവർക്ക്. അങ്ങനെയുള്ള കുറേ അമ്മമാരുണ്ട്. അപ്പോൾ അവർക്ക് സന്തോഷം അവർ ചെയ്യുന്നത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കൊള്ളാമ്മ അല്ലെങ്കിൽ എടി കൊള്ളാടി എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. ഇത് നന്നായി മൂത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചുവന്ന കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികളിടാം. ആദ്യമേ മഞ്ഞൾപ്പൊടി,
കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമുക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമില്ല. ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇതിടുന്നത്. നമുക്ക് ഒരിച്ചിരി മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. ഇനി ഇളക്കലോടിളക്കൽ. മണമനണ്ട വന്നണ്ടെന്നല്ല, വരുന്നുണ്ടോ, മണം വരുന്നുണ്ടോ നിങ്ങൾക്ക്? അതിൻ്റെ പച്ചമണമൊക്കെ നല്ലോണം മാറണം കേട്ടോ. ഇനി നമുക്ക് തക്കാളി, ഒരു തക്കാളിയാണിത്, ഒരു ഇടത്തരം തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി. തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് അത് എളുപ്പം വാടി കിട്ടണമെങ്കിൽ ഞാൻ നാൾ പറഞ്ഞ പോലെ ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കണം. മൂടി വെച്ച് കഴിയുമ്പോൾ അത് നല്ലോണം മെൽറ്റാവും. ഇതിപ്പോൾ നമുക്ക് മൂടുന്നതിന് മുമ്പ് ഇത് നമ്മൾ ആ വേവിച്ച ചിക്കനില്ലേ, അതിൻ്റെ സ്റ്റോക്കാണ് കേട്ടോ, അത് നമുക്ക് കളയണ്ട, അതിനകത്തോട്ടൊഴിക്കാം. സവാളയും ഉള്ളിയും ഒക്കെ നല്ലോണം പേസ്റ്റായി, ഒക്കെ നല്ല കറുത്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ ചിക്കനും കുഞ്ഞു കുഞ്ഞായിട്ട് പിച്ചിയൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് ഇടും. ചിക്കൻ മാറ്റി വെക്കാനായി. ഇനി നമുക്ക് പുട്ടിൻ്റെ പരിപാടിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് പുട്ട് കണ വയ്ക്കാം. ഇതൊന്ന് ചൂട് കയറട്ടെ, എന്നിട്ട് നമുക്ക് പൊടിയിടാം. ആദ്യം ചില്ലുണ്ടോ നോക്കിയതാണെങ്കിൽ ഇട്ടിട്ട് പോവലല്ലേ ഉണ്ടാവുള്ളൂ. ചില്ലുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ പുട്ടുണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഈ പുട്ടിടുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ആവി വരാൻ ഇച്ചിരി പ്രയാസമായിരിക്കും, ക്ഷമ വേണം. ഇട്ടു. പിന്നെ നമ്മൾ ഇടാൻ നേരത്ത് ഒരു കാരണവശാലും പുട്ടിൻ്റെ പൊടി അമർത്തി ഇടരുത്. ഭയങ്കര ടെക്നിക്കാണ് ഇതിന് വേണ്ടത്. അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കാനേ പാടുള്ളൂ, അമർത്തരുത്. സർവ്വ ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് എളുപ്പം ആവി വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പുട്ട് കണയിലേക്ക് കുടത്തിലേക്ക് വയ്ക്കാം. വെന്ത് വരുമ്പോൾ എന്തായാലും എനിക്കിതിൻ്റെ ഗുണങ്ങളെപ്പറ്റി തള്ളാനുണ്ടാവും, കാരണം അത്ര ടേസ്റ്റായിരിക്കും. അതുകൊണ്ടിട്ട് ഞാൻ തൽക്കാലം ഇപ്പം തള്ളുന്നില്ല, ആവി വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പുട്ട് ആവിയൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്, മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് കുത്തിയിടാം. കണ്ട മോനെ നമ്മുടെ മൊഞ്ചത്തി പുട്ട് കണ്ട, സൂപ്പറല്ലേ? നമുക്ക് അടുത്ത പുട്ടും ഇതുപോലെ തന്നെ ഇടാം. ഇതുപോലെ ഞാൻ പിന്നെ ഓർപ്പിക്കാൻ ഇട്ടാ, എന്ത് വേണമെങ്കിലും ഇതിൻ്റെ ഇടയിൽ എന്ത് വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം. തേങ്ങ തന്നെ വേണമെന്നുള്ള പരമ്പരാഗതമായ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് മാറി ചിന്തിക്കാം. ലോകത്ത് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഉണ്ട്. സാധാരണ വീട്ടിൽ പിള്ളേർക്ക് പുട്ടും പഴമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര മനപ്രയാസമാണ്. പുട്ടിറങ്ങി പോണില്ല, പുട്ട് വേണ്ട എന്നൊക്കെ പറയും. പക്ഷേ ഇങ്ങനത്തെ പുട്ടാണെങ്കിലുണ്ടല്ലോ, ഒന്നും നോക്കില്ല, നന്നായിട്ട് കഴിക്കും. വീട്ടിൽ ബർണാച്ചനൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അടുത്ത കുറ്റിയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. വാടാ, ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു നിങ്ങളെ. കഴിക്കാം. ഇങ്ങനത്തെ പുട്ട് കഴിച്ചിട്ടുണ്ടോ? ഇത് ആക്ച്വലി കൈ കൊണ്ടൊക്കെ എടുത്ത് കഴിക്കണം. കൈ കൊണ്ട് കഴിക്കോ? പൊള്ളരുത് കൈ. എന്നാ കഴിച്ചോ. ഇത് കറിയും
ആ പുട്ടും അങ്ങനെ അടിപൊളി. സൂപ്പർ. പുട്ടും കൂടി എടുക്കാം പൊടി. ഓ എനിക്ക് സഹിക്കുന്നില്ല, എനിക്ക് കരച്ചിൽ വരുന്നു ഒന്നുകൂടെ എന്ന്. ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ. ഇഷ്ടപ്പെട്ടാടാ? എന്നാ ഇച്ചിരി കൂടെ എടുക്കാം. ചാടത്തിണ്ടി എന്തൊന്ന് ഒരു പുട്ട് തിന്നാനുള്ള ഒരു കുഞ്ഞഷ്ണത്തിനിടാ. അപ്പോൾ കണ്ടല്ലോ, പുട്ട് മത്സരിച്ച് ഇവന് ഇച്ചിരി നിർബന്ധിക്കേണ്ടി വന്നെങ്കിലും പക്ഷെ അവന് ഇഷ്ടപ്പെട്ടു, അവൻ്റെ വയറ് നിറഞ്ഞിരുന്നോണ്ടാന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ വേറെ വേറെ സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ബീഫോ ചിക്കനോ ചെമ്മീനോ മുട്ടയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അസാധ്യ ടേസ്റ്റാണ്. ഇതിൻ്റെ സ്മെല്ല് തന്നെ നമുക്കൊരു ബിരിയാണിയുടെ ഒക്കെ ഒരു സ്മെല്ല് പോലെ വരും. അപ്പോൾ അടുത്ത ആഴ്ച ഞങ്ങൾ വേറൊരു ഡിഷുമായിട്ട് വരും. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.